റോഡപകടത്തെ തുടർന്ന് ഹൃദയസ്തംഭനമുണ്ടായ യുവാവിന് രക്ഷകനായത് സർക്കാർ ഡോക്ടർ. കഴിഞ്ഞ ചൊവ്വാഴ്ച പത്തനംതിട്ട അടൂരിന് സമീപം ഏനാത്തായിരുന്നു സംഭവം. റോഡപകടത്തിൽപ്പെട്ട അബോധാവസ്ഥയിലായ യുവാവിനെ ഡോക്ടർ എസ് അജയകുമാർ CPR നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളക്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും KGMO കൊല്ലം ജില്ലാ പ്രസിഡന്റുമാണ് ഡോക്ടർ എസ് അജയകുമാർ. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8:10 ക്ഷേത്രോത്സവ സമയമായതിന്റെ തിരക്കുണ്ട്. ഏനാത്ത് നിന്ന് മണ്ണടിയിലേക്ക് പോവുകയായിരുന്ന ഡോക്ടർ എസ് അജയകുമാറിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോയതാണ് മണ്ണടി സ്വദേശിയായ ഇരുചക്രവാഹന യാത്രികൻ ശ്രീജിത്ത്. പൊടുന്നനെ എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ബൈക്കിടിച്ചു. റോഡിലേക്ക് തെറിച്ചു വീണ ശ്രീജിത്ത് അബോധാവസ്ഥയിലായി. ഓടിക്കൂടിയ നാട്ടുകാർ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി. ഈ സമയം അവിടെ എത്തിയ ഡോക്ടർ അജയകുമാർ സമയം കളയാതെ തന്നെ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ ആരോഗ്യനില മനസ്സിലാക്കി. പൾസും ശ്വസനവും നിലച്ച നിലയിലായിരുന്നു. യുവാവ് കാർഡിയാക് അറസ്റ്റിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ CPR നൽകി. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ അത് ഇറങ്ങി അദ്ദേഹത്തെ പരിശോധിച്ചു. അദ്ദേഹത്തിന് ഒരു പേഷ്യൻ്റ് അറസ്റ്റിലായിരുന്നു, കാർഡിയാക് അറസ്റ്റിലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള CPR നൽകുകയുണ്ടായി. ഏകദേശം ഒരു 2 മിനിറ്റോളം CPR നൽകിയ ശേഷം പേഷ്യൻറ്റിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്ന് പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സഹായങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. 10 മിനിറ്റ് CPR നൽകിയതോടെ യുവാവിന് ബോധം തിരിച്ചു കിട്ടി. എന്നാൽ കാലൊടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. 108 ആംബുലൻസ് വിളിച്ച് ഡോക്ടർ അജയകുമാർ തന്നെ ശ്രീജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. കൃത്യസമയത്ത് CPR നൽകിയതിലൂടെയാണ് ഒരു ജീവൻ രക്ഷിക്കാനായത്. CPR നൽകുന്നതിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും അടിയന്തര ഘട്ടത്തിൽ CPR നൽകാൻ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് ഡോക്ടർ എസ് അജയകുമാർ. CPR എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പൊതുജനങ്ങൾക്കും കൊടുക്കേണ്ട ഒരു പരിശീലനം തന്നെയാണ്. നമ്മളൊരു എമർജൻസി സാഹചര്യത്തിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ അടിയന്തരമായി കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് കുറവ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ എടുക്കേണ്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ശ്രീജിത്ത് അപകടനില തരണം ചെയ്തു. ശ്രീജിത്തിന്റെ കാലൊടിഞ്ഞു തൂങ്ങിയത് കൂടാതെ തലയിൽ ബ്ലീഡിങ്ങുമുണ്ട്. സുഖം പ്രാപിച്ചു വരുന്ന ശ്രീജിത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. സമയവും സ്ഥലവും സന്ദർഭവും ഒന്നും നോക്കാതെ തന്റെ കടമ നിർവഹിച്ച ഡോക്ടർ അജയകുമാറിന് ഹൃദയം നിറഞ്ഞ കയ്യടി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.